മൂല്യബോധത്തോടെയുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കപ്പൂർ ദാറുൽ ഉലൂം ക്യാമ്പസിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ലിയോറ അക്കാദമി ഓഫ് എക്സലൻസ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിയുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും നാഷണൽ ഡിഫൻസ് അക്കാദമി പ്രവേശനം ലക്ഷ്യമിട്ടുള്ള ഇന്റഗ്രേറ്റഡ് സയൻസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനവും ജൂൺ 29 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും. വിദ്യാഭ്യാസ വിദഗ്ധരായ ഡോക്ടർ ഹംസ പറമ്പിൽ, ഡോക്ടർ വി പ്രേംകുമാർ എന്നിവരും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. 2026-27 അധ്യയന വർഷം മുതൽ BCA, BBA, BSc, കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. കരിയർ, ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനങ്ങൾ, ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടുകളുടെ സെമിനാറുകൾ, എല്ലാ സെമസ്റ്ററുകളിലും നിർബന്ധിത ഇന്റേൺഷിപ്പ് എന്നിവ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത സിലബസാണ് അക്കാദമിയുടെ പ്രത്യേകത. റീസണബിൾ ഫീസ് ഘടനയ്ക്കൊപ്പം അർഹരായ വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പും ലഭ്യമാക്കും. എനേപോയ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെയാണ് അക്കാദമി പ്രവർത്തിക്കുക. ആഗോള കാഴ്ചപ്പാടുള്ള അക്കാദമിക് കൗൺസിൽ, പരിചയസമ്പന്നരായ അധ്യാപകർ, വിശാലമായ ക്ലാസ് മുറികൾ, മികച്ച ക്യാമ്പസ് സൗകര്യങ്ങൾ, എളുപ്പമുള്ള യാത്രാ സൗകര്യം എന്നിവയോടെയാണ് കപ്പൂർ ദാറുൽ ഉലൂം ക്യാമ്പസിൽ ലിയോറ അക്കാദമി ഓഫ് എക്സലൻസ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചെയർമാൻ സയ്യിദ് എ ബാവപ്പയും ഡയറക്ടർ CA റഷീദ് ബാഗവിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തൃത്താല ന്യൂസ്. വരുന്ന 29-ാം തീയതി മൺഡേ, അത് മറ്റന്നാൾ കാലത്ത് 10 മണിക്ക് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വന്നിട്ട് ഈ കോളേജിൻ്റെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യും. കോളേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിമൻസ് അക്കാദമി ആയിട്ട്, വിമൻസിന് മാത്രമുള്ള ഗേൾസ് ഓൺലി ക്യാമ്പസ് ആയിട്ട്. അത് BBA, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ഈ 3 കോഴ്സുകളാണ്. ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളാണ്. ഇത് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അക്കാദമിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് യാനപ്പോയ യൂണിവേഴ്സിറ്റി. യാനപ്പോയ യൂണിവേഴ്സിറ്റി അല്ല, ഇന്ന് പിന്നെ ഗൾഫിലെ സെക്ടറിലൊക്കെ കോർപ്പറേറ്റ് രംഗത്തൊക്കെ നല്ല ഡിമാൻഡഡാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂഡാണ്. ഇതൊക്കെ എങ്ങ് ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇവിടെ നമ്മൾ പക്ഷേകളൊക്കെ ധാരാളം പേര് യാനപ്പോയ ക്യാമ്പസ് പോയി പഠിക്കുന്നത്. അതിന് തുല്യമായി നമുക്ക് ഇവിടെ കോഴ്സ് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ AI അനുകൂലമായ പിന്നെ നേടിയെടുക്കേണ്ട കുറേ സ്കില്ലുകൾ കൂടി പിന്നെ കൂട്ടിച്ചേർത്തിട്ട് അഡീഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും കൊടുക്കാവുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെമ്മ് കഴിയുമ്പോൾ ഓരോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ ഓരോ കോഴ്സുകളിലും അതത് ഇൻഡസ്ട്രിയുടെ എക്സ്പെർട്ടുകളുടെ ക്ലാസ്സുകൾ എക്സ്ട്രാ വരും. സെമിനാറുകൾ പോലെ ചില ക്ലാസ്സുകൾ എല്ലാവർക്കും ഉൾപ്പെടുത്തി ചെയ്യും. കാരണം ഇപ്പോൾ ഇത് പുറത്തിറങ്ങുമ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ BSc എന്നാൽ AI റിലേറ്റഡ് ആയിരിക്കും 100% ഇപ്പോഴത്തെ അവസ്ഥയിൽ. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ സ്റ്റൈലൊക്കെ മാറി ഇപ്പോഴും നിലവിലുള്ള പഴയ കോളേജുകളിലും ഈ പിന്നെ ഔട്ട്ഡേറ്റഡ് ആയ സിലബസുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പിന്നെ സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി നമ്മൾ ശരിക്കും ഈ AI അനുകൂലമായ കോഴ്സുകളാണ് കൊടുക്കുക. ആവശ്യമായ പിന്നെ ചേഞ്ചുകൾ നമ്മുടെ ഭാഗ ഇടപെടലുണ്ട്. നമ്മുടെ അക്കാദമിക് കൗൺസിൽ നല്ല സ്ട്രോങ് ആയ അക്കാദമിക് കൗൺസിലാണ്, അല്ല മിഷനുള്ള അക്കാദമിക് കൗൺസിലാണ്. അപ്പോൾ അവരുടെ ഇടപെടൽ നടത്തിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പാക്കേജ് ഉൾപ്പെടുത്തി. അപ്പോൾ അത് അവർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പിന്നെ BBA നേടിയെടുത്ത ആൾ ഒരു പിന്നെ ഓൺട്രപ്രണർഷിപ്പ് പിന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ ഒരു പിന്നെ പുതിയൊരു സ്റ്റാർട്ടപ്പ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതങ്ങനെ. അതിനൊക്കെ ആവശ്യമായത് AI കൂടി ആവശ്യമാണ്. ഇപ്പോൾ എല്ലാ പരിപാടികൾക്കും AI ആവശ്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ആവശ്യമായതും അതോടുകൂടെ ഈ കോഴ്സിലേക്ക് ആവശ്യമായതും കൂടി സെമിനാറുകളിൽ അതിൻ്റെ എക്സ്പെർട്ടുകൾ കൊടുക്കും. പിന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൂടുതൽ കൊടുക്കും. അതായത് നേരെ ഡ്യൂറേഷൻ്റെ പകുതി ഇൻറ്റേൺഷിപ്പ് കൊടുക്കും. ഓരോ സെമസ്റ്ററിൻ്റെയും പകുതി ഭാഗം ഇൻറ്റേൺഷിപ്പ് കൊടുക്കും. ഈ ഭാഗം നമ്മൾ അക്കാഡമിക്കിൽ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ അത് 3 months പഠിപ്പിച്ചു കൊടുത്താൽ അടുത്ത 3 months പിന്നെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കും. ആ രൂപത്തിൽ പഠിക്കുമ്പോഴാണ് ഈ കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയാകുമ്പോൾ ആ കുട്ടികൾക്ക് അവർ നേടിയെടുത്ത കരിയറിൽ തന്നെ അവരെ ഭാവി സെറ്റാക്കാൻ കഴിയും. ആ രൂപത്തിൽ ഡിസൈൻ ചെയ്ത സിലബസാണ്. അപ്പോൾ അത് ഇവിടെ പരിസരത്ത് നന്നായി സൊസൈറ്റി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുതിയ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന, ഡിമാൻഡഡായ, നമ്മുടെ പരിസരത്ത് നമ്മളെപ്പോലത്തവർ വിദ്യാഭ്യാസ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കോഴ്സുകളാണ്. അപ്പോൾ ഏറ്റവും ഡിമാൻഡായ, കാലികമായ, പ്രസക്തമായ കോഴ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോ വർഷവും പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി പെൺകുട്ടികൾക്ക് മാത്രമല്ല, അതിൻ്റെ ബോയ്സ് അക്കാദമി വേറെ വരും. അതുപോലെ തന്നെ അതിന് വലിയ പടർന്ന് പന്തലിച്ച വലിയൊരു വിദ്യാഭ്യാസ സംവിധാനമായിട്ട് ആ പരിസരത്ത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഭൂമിശാസ്ത്രമായി എല്ലാവർക്കും അറിയാം. കപ്പൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തെക്ക് ഭാഗത്തേക്ക് 2 കിലോമീറ്റർ പോയാൽ എന്ന പ്രസ്ഥാനം എൻ്റെ ഫാദറായി തുടങ്ങിയിട്ടുള്ളത് ഡോക്ടർ അഹമ്മദ് ബാബ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. 1988 തുടങ്ങിയ ആശയമാണ്. പുള്ളിക്കാരൻ യുണൈറ്റഡ് നേഷൻസിൽ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് ICR ഡയറക്ടറായിട്ട് VRS എടുത്ത് പോയ സമയത്താണ് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആശയത്തിൽ നമ്മൾ തുടങ്ങിയിട്ടൊരു പ്രസ്ഥാനമാണ്. പല നാട്ടുകാരെ
ലൈറ്റ്ലി മൈൻഡഡ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് തുടങ്ങിയിട്ടിട്ട് ആണ്. അപ്പോൾ അന്ന് പ്രസിഡൻ്റായി പിന്നെ യുണൈറ്റഡ് നേഷൻസ് വർക്ക് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം 1958. വലിയൊരു വിഷനോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഒരു ഗ്രാമീണാന്തരീക്ഷത്തിൽ ഒരു നമ്മുടെ കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു തുടങ്ങിയിട്ടൊരു സംരംഭമാണ്. നമ്മൾ വിചാരിച്ചവർക്ക് ഇത് കേൾക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവരുടെ ഡ്രീമുകൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ടു ബിൽഡ് ലീഡേഴ്സ് ഇൻ ഈച്ച് ആൻഡ് എവരി വാക്ക് ഓഫ് ലൈഫ് എന്നാണ് നമ്മുടെ ഒരു ഒറ്റ വാക്കിലുള്ളൊരു അതിനൊരു വ്യാഖ്യാനം. എല്ലാ മേഖലകളും in every walk of life we should have leaders. Then only we can empower the community as well as the social sector fabric of the country in general. So Indians are there in every walk of life throughout the world. Indians are top scientists in every field. Indians are there, but in our country we could not develop as like that because we don't have the situation like that, or our surrounding is not supporting as required. ഡോക്ടർ അംസപ്പറമ്പിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ HR ഹെഡായിരുന്നു, ഒമാൻ മോണിറ്ററി ഫണ്ടിൻ്റെ HR ഹെഡായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ നോളജ് സീറ്റിനല്ല, നമ്മൾ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലത്തെ ഫീൽഡുകൾ ഇഷ്ടംപോലെ സാച്ചുറേറ്റഡ് ആണ്. ഇപ്പോൾ അത് എല്ലാത്ത മേഖലകളും ഇഷ്ടംപോലെ ഉണ്ട്. അതാണ് ഈച്ച് ആൻഡ് എവറി വാക്ക് ഓഫ് ലൈഫ് എല്ലാ മേഖലകളും ടോപ്പാണ്. ഒരു മേഖല മോശമില്ല. മീഡിയ ആയാലും ശരി, പർട്ടിക്കുലർ ഒരു പാട്ടുകാരനായാലും ശരി, ഒരു സയൻറ്റിസ്റ്റ് ആയാലും ശരി, ഒരു പൊളിറ്റീഷ്യൻ ആയാലും ശരി. വി ഷുഡ് ഹാവ് ദ ബെസ്റ്റ് പീപ്പിൾ ടു ലീഡ് അവർ കൺട്രി ഓർ അവർ സൊസൈറ്റി. അതാണ് നമ്മുടെ റിയൽ തിങ്. അപ്പോൾ അതിലോട്ട് ഒരു കാൽവെപ്പാണ് നമ്മുടെ ഈ ഒരു സംരംഭം. അപ്പോൾ നമുക്ക് ഒരു കുട്ടികളെ സ്കൂളിങ്ങിൻ്റെ ഭാഗമായി സ്റ്റാർട്ടിങ് ചെയ്യുന്ന അന്ന് മുതൽ അറ്റ്ലീസ്റ്റ് വെൻ ദേ ആർ ഗ്രോൺ അപ്പ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് ദേ നോ വാട്ട് ടു ഡു, ദേ നോ സംതിങ് അബൌട്ട് ദ എൻവയറമെൻ്റൽ തിങ്. അപ്പോൾ അതിലോട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ